അമ്മ പുതിയ വീടെടുത്തു. അതുകൊണ്ട് തന്നെ മോൻ ബബിതയും കൂട്ടി എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് പോരണം. അപ്പോ രോഹി ചോദിക്കാണ്, അമ്മേ ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോന്നോ? നീ എന്ത് ചോദ്യം ചോദിക്കുന്നേ? നിനക്കിപ്പോ അവിടെ കാണാമല്ലോ, അലീനയാണല്ലോ അവിടുത്തെ പ്രധാനി. ആ വീട്ടില് അവളുടെ കീഴെ ജോലിക്കാരായിട്ട് നമ്മളെല്ലാം നിക്കണോ? നിന്റെ അച്ഛന്റെ മകളൊന്നും അല്ല, രണ്ടാം ഭാര്യ അവള്, രണ്ടാം ഭാര്യ. അത് സമ്മതിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാ അയാളെ മകളാണെന്നും പറഞ്ഞ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് ഉറപ്പാ അത് അയാളുടെ മകളൊന്നും അല്ല. കാരണം ഞാൻ ജനിച്ചപ്പോ മുതലേ ബാലചന്ദ്രനെ ഞാൻ കാണുന്നതാ. അയാളീ പറഞ്ഞതെല്ലാം കള്ള. അയാൾക്ക് അങ്ങനെ റിലേഷൻഷിപ്പ് ഇല്ല, അതെനിക്ക് ഉറപ്പാ. പിന്നെ എവിടുന്ന് പൊട്ടിമുളച്ചു ഈ അലീന? കൊല്ലപ്പള്ളിയിലേക്ക് വന്നപ്പോഴും നമ്മുടെ വീട്ടിൽ വന്ന് 1-2 മാസം നിന്നപ്പോഴൊന്നും അവൾ അയാൾക്ക് ആരുമല്ലായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തില് അയാളുടെ മകളാണ് പോലും. അതൊക്കെ വിശ്വസിക്കാനേ ഞാൻ മന്ദബുദ്ധിയൊന്നുമല്ല. ഞാൻ വൈജ. അതുകൊണ്ട് ഞാൻ പറയാ, നീ ഇനി അവിടെ നിൽക്കണ്ട. നീ നിന്നാലേ ഇനി അവിടെ നീ പിഴച്ചു പോകും. ആ വീട്ടില് നമ്മളിനി നിൽക്കണ്ട. അത് മാത്രമല്ല, ബബിതയും കൂട്ടി നീ എത്രയും പെട്ടെന്ന് ഇങ്ങ് പോരണം. അവിടെ നിന്നാലേ അവളുടെയും അയാളുടെയും പേക്കോത്തുകൾ കണ്ട് ബബിതയും കൂടി നശിച്ചു പോകും എന്ന് പറയാണ്. അങ്ങനെ വൈജ പുതിയൊരു വീടൊക്കെ എടുക്കാണ്. അതിനുശേഷം രോഹിയെയും അതുപോലെ തന്നെ ബബിതയും കൂടി അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇവർ രണ്ടുപേരും എല്ലാം പാക്ക് ചെയ്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അവിടുന്ന് ഒരു വണ്ടി വിളിച്ചാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോണത്. ഇതിന് തൊട്ട് മുമ്പേ ശിവനും കമലയും രാജീവനും കൂടി അവളെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. വന്നപാടെ വൈജ പറയാണ്, എനിക്ക് മനസ്സിലായി നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നേന്ന്. നിനക്കപ്പോൾ മനസ്സിലായല്ലോ എന്താ കാര്യമെന്ന് നിനക്കറിയാലോ അല്ലേ? നീ കാണിക്കുന്നത് എന്ത് അഹങ്കാര വൈജേ? 2 കാലും 2 കൈയും ഇല്ല, ഒരേ കിടപ്പ്. ബാത്റൂമിൽ പോണെങ്കിൽ പോലും ഒരാളുടെ സഹായം വേണം. ഈ രീതിക്ക് വേറെ വീടെടുത്ത് നീ മാറി താമസിക്കാന്ന് പറഞ്ഞത് എന്തുദ്ദേശത്തിലാ? ശിവേട്ടാ, ഞാൻ പലതവണ അത് പറഞ്ഞു കഴിഞ്ഞു. അവളുള്ള വീട്ടിലേക്ക് ഞാനില്ല. കമല ചോദിക്കാണ്, പിന്നെ നീ എങ്ങനെ പോയി അവിടെ ജീവിക്കുന്ന പറയുന്നേ? നിനക്കിപ്പോ ജോലിക്ക് പോകാൻ പറ്റില്ല, രണ്ടുപേരും പഠിക്കാൻ പോണവരല്ലേ. പിന്നെ വീട്ടു ചെലവ്, വാടക, അത് മാത്രമോ? നീ എങ്ങനെ എഴുന്നേറ്റ് നടക്കും? എങ്ങനെ പാചകം ചെയ്യും? എന്റെ പൊന്നു കമലേട്ടത്തി, ഇപ്പോളെ 25 രൂപ കൊടുത്താലേ ഒരു മെയ്ഡിനെ കിട്ടും. അതാണോ പാട്? ഞാനൊരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വീട്ടുജോലിയും ചെയ്യും, എന്റെ കാര്യങ്ങളും നോക്കും. അതുകൊണ്ട് പിന്നെ എനിക്ക് ആരെ പേടിക്കണ്ട. ഹോസ്പിറ്റലിൽ കിടന്ന കിടപ്പ് അവിടെ പോയി കിടന്നാൽ മതിയല്ലോ. ബാലചന്ദ്രന്റെ വീട്ടിൽ പോയിട്ട് അവളുടെ അടിമയായിട്ട് അവളുടെ ആട്ടുംതുപ്പും കൊണ്ട് അവിടെ കിടക്കാനൊന്നും എന്നെ കിട്ടില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ തീരുമാനം എടുത്തത്. എന്തായാലും ഞാൻ എന്റെ മക്കളെയും കൊണ്ട് അങ്ങോട്ട് പോവാ. ആരും ഇനി എന്നോടൊന്നും പറയണ്ട. രാജീവൻ ചോദിക്കാണ്, ഓഹോ, അപ്പൊ നീ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞല്ലേ? തീരുമാനം എടുത്തല്ലേ? അതെ രാജീവേട്ടാ, ഞാൻ തീരുമാനം എടുത്തു. ഞാൻ പോവാ. ഇനിയിപ്പം ആരും എന്നോടൊന്നും പറയണ്ട. ഞാൻ കേൾക്കാനും പോകുന്നില്ല. അത് പിന്നെ പണ്ടേ അങ്ങനാണല്ലോ. ആര് പറഞ്ഞാലും നീ ഒന്നും കേൾക്കൂല, അനുസരിക്കില്ല. അതെല്ലാം ഞങ്ങൾക്കറിയാം. നിന്റെ സ്വഭാവം എന്താണെന്നും ഞങ്ങൾക്കറിയാം. അതേ സ്വഭാവത്തിലാ ഇപ്പൊ ബബിതയും. പണ്ട് നിനക്ക് പറ്റിയ അബദ്ധം നിന്റെ മകൾക്കും ഉടനെ സംഭവിക്കും. അതും കരുതിക്കൂട്ടി നീ ഇരുന്നോ? കമല ചോദിക്കാണ്, അബദ്ധോ? എന്തബദ്ധം? ഒന്നുമില്ല. വൈജിയപ്പോ രൂക്ഷമായിട്ട് രാജീവിനെ നോക്കാണ്. നീ എന്നെ രൂക്ഷമായിട്ടും നോക്കണ്ട. നിന്റെ മോളുടെ പോക്കെ അത്ര ശരിയൊന്നുമല്ല. അതുകൊണ്ട് സൂക്ഷ ദുഃഖിക്കണ്ട. ഇപ്പൊ അവിടെ നിൽക്കുന്നതുകൊണ്ട് അവൾക്ക് കുറച്ചെങ്കിലും ഒരു പേടിയുണ്ട് ബാലചന്ദ്രനെ. ഇങ്ങോട്ടേക്ക് നിന്റെ കൂടെ വന്നാലേ പിന്നെ അവൾ കഴിഞ്ഞാട്ടമായിരിക്കും. നിന്നെ പേടിക്കാൻ വേണ്ട, പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടും. അതുകൊണ്ട് അതെല്ലാം ഓർത്തിട്ടാണെങ്കിലേ കൊള്ളാം. പിന്നീട് ഇരുന്ന് കരയേണ്ടി വരരുത്. രോഹിയെ രക്ഷിക്കാൻ വേണ്ടി ബാലചന്ദ്രൻ എന്തുമാത്രം ഓടിന്ന് നിനക്കറിയോ? നീ തള്ളിപ്പറഞ്ഞ അലീനയുണ്ടല്ലോ, അവൾ ഒറ്റയെടുത്തി കാരണമാ നിന്റെ മകൻ ഇപ്പൊ പുറത്തു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഹരിയുടെ കൂടെ അകത്തായനെ. എന്റെ രാജീവേട്ടാ, അവൾ എന്ത് ചെയ്തെന്നാ നിങ്ങൾ പറയുന്നേ? എല്ലാവരും പറയുന്നു അലീനെ കാരണമാണെന്ന്. അതിനു വേണ്ടി മാത്രം അവൾ എന്താ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവില്ലാടി, അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. ആ ശരണേനെ കാണാൻ പോയ ആദ്യത്തെ ദിവസം സംഭവിച്ചെന്താണെന്ന് നിനക്കും അറിയാമല്ലോ. അവളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പോയതാ ആ നാട്ടിലുള്ളവര്. എന്നിട്ടും വകവെക്കാതെ അവള് ശരണേനെ കാണാൻ പോയി. ആ പെൺകുട്ടിനെ കൈപിടിച്ച് എഴുന്നേപ്പിച്ച് നടത്തി. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ആ പെൺകുട്ടി ഒന്ന് ചിരിച്ചു കണ്ടു. ക്ഷേത്രത്തിൽ വെച്ച് നിന്റെ മകൻ നിരപരാധിയാണെന്ന് ആ പെൺകുട്ടി പറഞ്ഞത് എന്തുകൊണ്ടാ? അലിയുണ്ടിലെ വിശ്വാസം കൊണ്ടും സ്നേഹം കൊണ്ടും. തളർന്നൊരേ കിടപ്പാ കുട്ടി കിടക്കായിരുന്നെങ്കിൽ എന്നെങ്കിലും ആ പെൺകുട്ടിയുടെ വായിന്ന് സത്യം വരുമായിരുന്നോ? രോഹിയെയും അടിച്ച് പോലീസുകാരെ സമ്മതിപ്പിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ രോഹിയും ഒരു വാക്കുപോലും പറയില്ല. അങ്ങനെ നിരപരാധിയായി നിന്റെ മകൻ ജയിലിൽ കിടക്കേണ്ട വന്നേനെ.
അത് മാത്രമാണോ? നീ അറിഞ്ഞു കാണുമല്ലോ, അലീന ആ മാമച്ചനെ വിളിച്ചിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. മാമച്ചനെ നിനക്കൊന്ന് കണ്ണിന് കണ്ടുകൂടായിരുന്നല്ലോ. ആ രേവതിക്കുട്ടിയെ കൊണ്ട് പൊന്നുപോലെ നോക്കുന്നവരാ അവര്. ആ മാമച്ചൻ ഗ്രേസമ്മയും കൂടിയിട്ട് അവിടുന്ന് സംസാരിച്ച് ഈ DGPയോട് പറഞ്ഞ് അങ്ങനെ എന്തൊക്കെ കോലാഹലം നടന്നിട്ടാ രോഹിയെ ഒന്ന് ജാമത്തിലിറക്കാൻ പറ്റിയത്. അതിനെല്ലാം കാരണക്കാരി അലീനയാ. അലീന വിളിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവരെ റെക്കമെൻഡേഷൻ ഏറ്റെടുത്തതും അത് നടപ്പിലാക്കിയതും. എന്നിട്ട് അമ്മയ്ക്കും മക്കൾക്കും അലീനയെ കണ്ടൂടാ. ശരി, സമ്മതിച്ചു, അലീനയാണ് എന്റെ മകനെ പുറത്തിറക്കാൻ കാരണമായതൊക്കെ. പക്ഷേ അവൻ നിരപരാധിയായിരുന്നല്ലോ. അവൻ കുറ്റം ചെയ്തിരുന്നെങ്കിലേ അവൾ ഇങ്ങനെ വല്ലതും ചെയ്യുമായിരുന്നോ? ഇല്ലല്ലോ. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്റെ തലമണ്ട മുഴുവനും കളിമണ്ണാ. കളിമണ്ണല്ലേ ഏട്ടാ, അഹങ്കാരവും അഹംഭാവവും നിറഞ്ഞ് നിൽക്കുകയല്ലേ ഇവള്. ആരെന്ത് പറഞ്ഞാലും ഇവക്ക് ഒരു കൂസലും ഇല്ല. ഇവളുടെ വാശി നടക്കണം. അത് പണ്ടേ അങ്ങനെ ആണല്ലോ. വാശിയും അഹങ്കാരവും തന്നിഷ്ടവും കാണിച്ച് ജീവിതം തൊലച്ചോളല്ലേ ഇവൾ എന്ന് ചോദിക്കാണ്. അപ്പോ ശിവൻ പറയുന്നുണ്ട്, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അലീനയുള്ള വീട്ടിലേക്ക് നീ പോവില്ലെന്ന് പറഞ്ഞ ഈ ജന്മത്തില് നിനക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അതാ എനിക്ക് മനസ്സിലാവാത്തത്. അതവളുടെ മകളൊന്നും അല്ലെന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. പിന്നെ എന്തിനാ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് മനസ്സിലാവാത്തത്. അയാളുടെ വെപ്പാട്ടി ആള്, അതെനിക്കറിയാം. എന്നിട്ട് പോലും നിങ്ങൾ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നേ? അപ്പോഴേക്കും രാജീവും പറയാണ്, മുഖമടച്ചൊന്നും തന്നാലുണ്ടല്ലോ നീ ഇവിടെ കിടക്കത്തേ ഉള്ളൂ. പറഞ്ഞേക്കാം, വെപ്പാട്ടിയാണ് പോലും. നീ ആരെക്കുറിച്ച് ഈ പറഞ്ഞെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കാണ്. രാജീവ, വേണ്ട, എന്തൊക്കെ പറഞ്ഞാലും അവളുടെ തലയിലോട്ട് ഒന്നും കേറാൻ പോണില്ല. പിന്നെ നമ്മളെന്തിനാ വെറുതെ വായിട്ടലക്കുന്നത്? ദേ ഞാനൊരു കാര്യം പറയാം. അലീന നിന്റെ ഭർത്താവിന്റെ മകള് തന്നെയാ. അത് നിനക്ക് സംശയം ഉണ്ടെങ്കിൽ രോഹിയുടെയോ ബബിതയുടെയോ കൃഷ്ണമോളുടെയോ DNA കൊണ്ട് അവളുടെ DNA ആയിട്ട് ഒന്ന് മാച്ച് ചെയ്ത് നോക്ക്. അപ്പൊ അറിയാം അവർ ഒരേ ചോരയാണെന്ന്. അത് കഴിഞ്ഞിട്ട് നീ ഇങ്ങനെ തർക്കിച്ചോ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ വീട് നേരെ താമസിക്കുന്നതൊക്കെ നിന്റെ ഇഷ്ടമാണ്. പക്ഷെങ്കിൽ ഡിവോഴ്സ് അത് നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് ആ ഡിവോഴ്സിന് പിൻവലിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഈ ആഴ്ച തന്നെ ഗംഗേട്ടൻ വരുന്നുണ്ട്. വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമായിക്കോളും എന്ന് പറയാണ്. അപ്പൊ വൈജയ് പറയുന്നുണ്ട്, ദേ ശിവേട്ട, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഡിവോഴ്സ് നോട്ടീസ് അയച്ചത് തന്നെയാ. ശരി, സമ്മതിച്ചു, അത് അയാളുടെ മകൾ തന്നെയാ. എങ്കിലും വിവാഹത്തിന് മുമ്പ് എന്നെ ചതിച്ചുകൊണ്ട് അയാളൊരു മകൾ ഉണ്ടായില്ലേ? അത് തെറ്റല്ലേ? നിനക്കെന്താ അത് തെറ്റായിട്ട് കാണുന്നില്ലേ? കമലേ, നീ ഒരു നിമിഷം പുറത്തു നിന്നേ. എനിക്കിവിടെ 2 വർത്താനം പറയാനുണ്ട്. ഞാൻ എന്നാൽ എന്താ കുഴപ്പം? ഞാനറിയാത്ത എന്ത് രഹസ്യം നിങ്ങൾ തമ്മിലുള്ളത്? അതൊക്കെ നിന്നോടെ വീട്ടിൽ പോയിട്ട് സൗകര്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോടി എന്ന് പറയാണ്. കമല് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും ശിവൻ പറയാണ്, ആ വാക്ക് നീ ഒന്നുകൂടെ പറഞ്ഞേ. കല്യാണത്തിന് മുമ്പ് നീ അറിയാതെ അയാൾക്കൊരു കുട്ടി ഉണ്ടായതാണോ നിന്റെ തെറ്റ്? അപ്പോ അവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. നിനക്ക് നാണമില്ലടി ഇങ്ങനെ ഇരുന്ന് പറയാനായിട്ട്? വിവാഹത്തിന് മുമ്പേ തന്റെ ഇഷ്ടം കാണിച്ച് ഓരോരുത്തനൂടെ പുറത്ത് അതിലൊരു കൊച്ചു ഉണ്ടായിട്ട് ആണോ നീ സംസാരിക്കുന്നത്? അങ്ങനെ നോക്കുകയാണെങ്കിൽ നീയും അവനും ഒരേ തൂവൽ പക്ഷികളാ. ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് സംഭവിച്ചാ അത് തെറ്റ് തന്നെയാ അവന് സംഭവിച്ചത്. അപ്പൊ നിങ്ങൾ രണ്ടും തുല്യരല്ലേ? പിന്നെന്തിനാണ് നീ വാശി കാണിക്കുന്നേ? ദേ ശിവേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞല്ലോ. അയാളെന്നെ ചതിച്ചു. അയാളുടെ മകള് വളർന്നു വലുതായി ഇത്രയായി നിൽക്കുന്ന കണ്ടില്ലേ? എന്റെ കൊച്ച് അന്നേ മരിച്ചു പോയതല്ലേ? അതിനെക്കൊണ്ടാർക്കും ഒരു ശല്യമില്ലല്ലോ. പക്ഷെ ഇതങ്ങനെയാണോ? നാട്ടുകാർ മൊത്തം കാണില്ലേ ഞാനൊരു 2ാം തരക്കാരിയായി പോയില്ലേ? നാട്ടുകാർ പറയോ പറയാതിരിക്കോ എന്തോച്ചാ ആയിക്കോട്ടെ. നിന്റെ മനസാക്ഷിക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ. നിന്റെ മനസാക്ഷി എന്നുള്ള സാധനം ഉണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ നീ ചിന്തിച്ചു നോക്ക്. നിനക്ക് സംഭവിച്ച അത് തെറ്റ് തന്നെയാണ് അയാൾക്ക് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഡിവോഴ്സ് അയക്കാനേ നിനക്ക് എന്താടി ഇത്രയ്ക്ക് യോഗ്യതയുള്ളത്? നീ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്ന് പറയാണ്. അങ്ങനെ അവൾ ആകെപ്പാടെ കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ അവിടെ കിടക്കാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് പിൻവലിച്ചോ. പിന്നെ വീട് മാറുന്ന കാര്യം ഇതറിഞ്ഞപ്പോ അലീന എന്താ പറഞ്ഞെന്ന് നിനക്കറിയോ? അമ്മയും ആ അച്ഛനും മക്കളും കൂടി സ്വസ്ഥമായി ജീവിക്കണം. ആ വീട്ടിൽ ഞാൻ കാരണം ഒരു തടസ്സം അടിയുണ്ടാകാൻ പാടില്ല. ഞാൻ വന്നപ്പോൾ മുതല പ്രശ്നങ്ങള്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാണെന്ന് അവൾ ഞങ്ങളെ വിളിച്ചറിയിച്ചത്. ബാലചന്ദ്രൻ എന്നിട്ടും അതിന് സമ്മതിച്ചിട്ടില്ല. പക്ഷേ അവളുടെ ഒരു തൊഴിലുണ്ട്, ഒരു ഹോം നേഴ്സ്. അതായിട്ട് അവൾ വേറെ വീട്ടിലേക്ക് എവിടേക്കെങ്കിലും പോവാണെന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മേഡത്തിനോട് വേറെ വീടെടുക്കരുത്, അങ്ങോട്ട് താമസിക്കാനാ അവൾ പറഞ്ഞത്. അവളിനി എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഞാൻ ഇനി അങ്ങോട്ടില്ല. അവളിനി അങ്ങോട്ടേക്ക് വരില്ലെന്ന് ഒരു ഉറപ്പായിട്ട് ഞാൻ വരാം. അത് മതി എന്ന് പറയാണ്. ദേ ഞങ്ങളെ നിന്റെ ആങ്ങളെ അങ്ങോട്ടെന്ന് പറയാ. വേണമെങ്കിൽ നിനക്ക് കേൾക്കാം. പിന്നെ ബാലചന്ദ്രന് നീ അവിടെ വന്നിട്ടും ഒരു പ്രയോജനമില്ല. അങ്ങേർക്കൊട്ടും താല്പര്യമില്ല. ഇപ്പൊ നിന്നെ കാണുന്നത് പോലും അയാൾക്ക് വെറുപ്പാ. അതോർത്താ കൊള്ളാം.
അല്ലാതെ വൈജയെന്നും പറഞ്ഞ് പണ്ടത്തെ പോലെ അയാള് നിന്റെ മൂടും താങ്ങി നടക്കുമൊന്നുമല്ല. ആ ഒരു ഓർമ്മ നിനക്കുണ്ടായാൽ കൊള്ളാം. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിന്നെ ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആങ്ങളമാരാരാണെന്നും ഞങ്ങളുടെ ചൂടെന്താണെന്നൊക്കെ നീ അറിയും. നിന്റെ തന്നിഷ്ടവും നിന്റെ അഹങ്കാരമൊക്കെ നിന്റെ കൈ വെച്ചാൽ മതി. മനസ്സിലായല്ലോ? നിന്റെ മകനും മോളും ശരിക്കും പിഴച്ചിടക്ക തന്നെയാ. നിന്നെക്കാട്ടിലപ്പുറമാടി നിന്റെ മകള് എന്ന് പറയുമ്പം കുറെ നേരം കൊണ്ട് ശിവനത് പറയുന്നുണ്ടല്ലോ. എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം പ്രശ്നം എന്താണെന്ന് നിനക്കറിയില്ല, പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മനു ഞങ്ങളോട് പറഞ്ഞു, ഒരുത്തിനായിട്ട് ചുറ്റിക്കറക്ക മാത്രമല്ല, റൂം എടുത്ത് പല സ്ഥലങ്ങളും താമസിക്കാറുമുണ്ട്. ലോഡ്ജിലും പല പല റൂമുകളിലും ഹോസ്റ്റലുകളിലും എല്ലാം. അങ്ങനെ സ്വന്തം വീട്ടിൽ പോലും അവൾ അയാളെ വിളിച്ചു കയറുന്നുണ്ട്. അന്ന് അലീനയാ അവനെ അടിച്ചിറക്കി ഓടിച്ചു വിട്ടത്. ഓഹോ, അവള് പറഞ്ഞ കള്ളമായിരിക്കും ഇതൊക്കെയല്ലേ? ആ, അവക്ക് കള്ളം പറഞ്ഞിട്ട് എന്തോ നിധി കിട്ടാൻ പോവാണല്ലോ. എത്ര പറഞ്ഞാലും നിന്റെ തലയിൽ നിന്നടി കയറാത്തത്. ഞങ്ങള് പറഞ്ഞ സത്യമാണ്. അത് നിന്റെ മോള് കൃഷ്ണമോക്കും മനോനും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവൾ അവനെ വിളിച്ച് വീട്ടിൽ കയറ്റിയതും ആറില്ലാത്തപ്പം അവിടെ താമസിച്ചതും ഒക്കെ. കുറെ പ്രാവശ്യമായി രണ്ടുപേരും കൂടി ഇങ്ങനെ പോണു. പണ്ടേ നിനക്ക് പറ്റിയ അതേ അബദ്ധം നിന്റെ മോക്ക് പറ്റാതെ നീ സൂക്ഷിച്ചോ. അല്ലെങ്കിൽ ഇതേ പിടിവാശിയും കൊണ്ട് ഇരിക്കുകയാണെങ്കിലേ ഇരുന്നോ, ഞങ്ങൾക്ക് എന്താ. പെട്ടെന്നൊരു ദിവസം അമ്മേ ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞുകൊണ്ട് നീ വന്ന് നിന്ന പോലെ അവളും വന്ന് നിൽക്കും ഞങ്ങളുടെ മുമ്പിൽ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇതൊക്കെ കേട്ട് അവളുടെ കാര്യം, അതായത് നമ്മുടെ ബബിതയുടെയും രോഹിത്തിന്റെയും കാര്യം ഓർത്ത് അവൾക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് വീടെടുത്ത് മാറാന്ന് അവൾ തീരുമാനിക്കുകയാണ്. എങ്കിൽ ഡിവോഴ്സിന്റെ കാര്യത്തിൽ കുറച്ച് പെൻഡിങ് ആക്കാമെന്നും അവൾ തീരുമാനിക്കുന്നു കേട്ടോ. അങ്ങനെ ആ വീട് മാറുന്ന ദിവസം വന്നിരിക്കുകയാണ്. ബബിതയും രോഹിത്തും വൈജയും അതുപോലെ ഒരു ഹോം നേഴ്സും ഒക്കെ കൂടി ഒരു വണ്ടി വിളിച്ച് ആ ബ്രോക്കറും ഒക്കെ ആയിട്ട് നേരെ ആ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ബാലചന്ദ്രനെ വിളിച്ചിട്ട് ശിവൻ ഈ കാര്യങ്ങളെല്ലാം പറയാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവളെ കുറെ ഭീഷണിപ്പെടുത്തുകയും വഴക്ക് പറയുകയും പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്തു. ഡിവോഴ്സിന്റെ കാര്യത്തിൽ അവൾ കുറച്ച് അയഞ്ഞിട്ടുണ്ട്. പക്ഷെ വീട് മാറുന്ന കാര്യത്തിൽ അവൾക്കൊരു അയവും ഇല്ല. അവൾ ഇപ്പോഴും പറഞ്ഞത് അലിനുള്ള വീട്ടിലേക്ക് അവൾക്ക് വരാൻ താല്പര്യമില്ലെന്നാ. എന്റെ പൊന്നു ശിവേട്ടാ, ഞാൻ പറഞ്ഞല്ലോ, അവൾ ഇങ്ങോട്ട് വരുന്നതിനോട് എനിക്ക് തുള്ളി പോലും താല്പര്യമില്ല. അവളുടെ മുഖം കാണുമ്പം എന്നെ ചതിച്ച രാക്ഷസിയായിട്ടാ എനിക്ക് തോന്നുന്നത്. എങ്കിലും എന്റെ മനസാക്ഷി കൊണ്ട് ഞാൻ പറഞ്ഞതാ അവളെ വീണ്ടും ഇങ്ങോട്ട് വരട്ടേന്ന്. കാരണം എന്റെ കുട്ടികളുടെ തള്ളയായി പോയില്ലേ, അതുകൊണ്ട്. പക്ഷെ അലീന, അവളില്ലാതെ ഈ വീട്ടിലേക്ക് ഇവള് തിരികെ വരണ്ട. എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ല. നിങ്ങൾ നോക്കുമ്പോഴും ഞാൻ നോക്കുമ്പോഴും അവളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. എൻ്റെ ഭാര്യ പണ്ട് പിഴച്ചു പറ്റ ഒരു കുട്ടിയാ അലീന. പക്ഷേ ഇപ്പോൾ അവളെ ഞാൻ എൻ്റെ കൃഷ്ണമോളെ പോലെയും ഭവിതയെ പോലെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്. ഈ വീട്ടിൽ അവളൊരു വിളക്കാണെന്നാ എനിക്ക് തോന്നുന്നത്. എൻ്റെ രോഹിമോനെ രക്ഷിച്ചതും അവളാ. അതുകൊണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ അവളെ വിട്ട് കളയില്ല. അവളെ ഇവിടെ ഇല്ലാതെ വൈജി ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല. അതെനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഞങ്ങളിപ്പോ എന്ത് ചെയ്യാനാ? എന്തായാലും നാളെ ഞങ്ങൾ രണ്ടുപേരും കയറി പോവാ. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ. ഹരി എന്തായാലും ജയിലിൽ തന്നെ ആയിരിക്കും താമസം. അതുകൊണ്ട് ഇനിയിപ്പം അവന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ പോക്സോ കേസ് ഒഴിവായി കിട്ടിയല്ലോ, അത് തന്നെ വലിയ ആശ്വാസം. അതുകൊണ്ട് ശിക്ഷയുടെ അളവും കുറഞ്ഞു കിട്ടി. ആ ഒരു ആശ്വാസമേ ഉള്ളൂ ഞങ്ങൾക്ക്. എന്തായാലും രോഹി രക്ഷപ്പെട്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് സമാധാനിക്കാം. ഞാനും രാജീവനും നാളെ തന്നെ പോവാന്ന് കരുതി ഇരിക്കാം. ആ, നിങ്ങളെങ്കിൽ പോയിക്കോ. മാത്രമല്ല ഇനി ഹരിയുടെ ബാക്കി എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ട്. പിന്നെ മനു ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ പേടിക്കണ്ട. എന്താ പിന്നെ അവരങ്ങ് മാറി താമസിക്കാൻ പോവല്ലേ? മാറി താമസിക്കട്ടെ. എന്തൊക്കെയാ വരുന്നതെന്ന് വരുന്നത് വെച്ച് കാണാം. അല്ലാതെ ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. എന്നാൽ ശരി ബാല, പോകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അലീനെ കണ്ട് സംസാരിക്കണം, എന്നിട്ട് പോവാ. ശിവേട്ടാ, വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഇവിടെ വന്നിട്ട് അലീനയോട് നീ ഇവിടുന്ന് പോയാലേ വൈജി വരുവുള്ളൂ എന്ന് വർത്താനൊന്നും പറയണ്ട. അവൾ അന്നേ തന്നെ മാനസികമായി തകർന്നിരിക്കുക. അവൾ ഇവിടുന്ന് പോയിട്ട് വൈജി വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അതിനൊന്നും അല്ല, ചുമ്മാ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോകാനാ എന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആവുന്നുണ്ട്. ഇതേ സമയം വൈജയും പിള്ളേരും കൂടി ആ വീടെടുത്ത് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ എല്ലാം അടുക്കി പറക്കുകയും എല്ലാം റെഡിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഹോം നേഴ്സ് വന്ന് പാചകം ചെയ്യുകയും അങ്ങനെ എല്ലാ പരിപാടിയും അവരും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് അലീന രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശിവനും രാജീവനും മനുവും കൂടി കയറി വരാണ്. ആഹാ, പോവാനെല്ലാം റെഡിയായോ അങ്കിളെ? എല്ലാം റെഡിയായി മോളെ, ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോകാൻ പോവാ. അപ്പൊ പിന്നെ നിന്നെയും കൃഷ്ണമോളെയൊക്കെ ഒന്ന് കണ്ടു പോവാന്ന് കരുതി. അങ്ങനെ അങ്ങോട്ടേക്ക് വന്നിട്ട് ശിവൻ അലീനയുടെ കയ്യില് ഒരു കവർ കൊടുക്കാണ്. ഇതെന്താ അങ്കിളെ? ഇത് നിനക്ക് 2 ജോഡി ഡ്രസ്സാ. പിന്നെ
കൃഷ്ണൻ മോളെ എന്ന് വിളിക്കുന്നുണ്ട്. കൃഷ്ണയെ വരികയാണ്. ദാ ഇത് നിനക്ക് 2 ജോഡി ഡ്രസ്സുണ്ട്, 2 പേർക്കും ഉണ്ട്. പണ്ടൊക്കെ ഞങ്ങൾക്ക് മാത്രം ഉള്ളതെന്നല്ലോ, ഇപ്പൊ അല്ല ചേച്ചിക്കും ആയോ? അത് പിന്നെ നിങ്ങൾ 2 പേരും എനിക്ക് ഒരുപോലെയല്ലേ ഉള്ളൂ. എൻ്റെ പെങ്ങളുടെ പിള്ളേരല്ലേ, 2 പേർക്കും ഒരേ സ്ഥാനമല്ലേ ഉള്ളൂ. ബാങ്കളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അയ്യോ മോളെ വേണ്ട, അവിടെ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എയർപോർട്ടിലേക്ക് പോകാൻ സമയം പോവും. നിന്നെ കണ്ട് സംസാരിക്കണം തോന്നി, അത്രമാത്രം. കൃഷ്ണമോളെ ഞങ്ങൾ പോയിട്ടാട്ടോ. അലീന ഞങ്ങൾ പോയിട്ട് വരാം. നീ ഒരാളെ കാരണം രോഹിത് രക്ഷപ്പെട്ടത്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ നിന്റെ അമ്മയ്ക്ക് പറ്റില്ല, ആ വൈജയ്ക്ക്. അത് സാരമില്ല, എന്നെങ്കിലും അവൾക്കൊരു തിരിച്ചറിവുണ്ടാവുമല്ലോ, അപ്പോൾ മാറിക്കോളും. അങ്ങളെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാതെ നിങ്ങളും കൂടി പോയാൽ എന്ത് ചെയ്യും? അമ്മ ഈ വാശിയൊന്നും കളയാൻ പോകുന്നില്ല. വേറെ ആര് സംസാരിക്കാനാ? നീ വിഷമിക്കണ്ട, നാളെയോ മറ്റന്നാളോ ഗംഗേട്ടൻ വരുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞാലൊന്നും അവളുടെ തല കയറില്ല. ഗംഗേട്ടൻ വന്ന് 2 പൊട്ടിച്ചാലേ അവൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നീ അന്ന് ഓർത്ത് വിഷമിക്കണ്ട. ബാല, അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ? ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം ശിവേട്ടാ. ഇല്ലില്ല, ഇപ്പം തന്നെ ഫ്ലൈറ്റ് താമസിച്ചു. ഞങ്ങളെ അങ്ങോട്ടേക്ക് വിട്ടിട്ട് വേണം ഇവനും എറണാകുളത്തേക്ക് പോവാൻ. എല്ലാവരും അപ്പോൾ പോവാല്ലേ? ആ, ഓരോരുത്തർക്ക് അവനോട് ജോലി നോക്കാതിരിക്കാൻ പറ്റുമോ? നമ്മൾ മാക്സിമം ശ്രമിച്ചതല്ലേ. പിന്നെ അവൻ്റെയൊക്കെ തോന്നിവാസത്തിന് അവനൊക്കെ കിടന്ന് അനുഭവിക്കട്ടെ എന്നും പറഞ്ഞ് ശിവനും രാജീവനും അവിടെ നിന്ന് ഇറങ്ങാണ്. അലീനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി കേട്ടോ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ മനുവും അലീനയോടും കൃഷ്ണയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ അവർ 3 പേരും കൂടി പോകുന്നുണ്ട്. ഈ സമയം ബാലചന്ദ്രൻ പറയാണ്, അലീനെ കടിച്ചു കയറാൻ നിന്നവരാ, പെങ്ങളുടെ മകളെന്ന് പറഞ്ഞപ്പം എന്തൊരു സ്നേഹം എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നാൽ എത്രയും പെട്ടെന്ന് വേറൊരു വീട് കണ്ടെത്തി ഹോം നേഴ്സായിട്ട് അങ്ങോട്ടേക്ക് ജോലിക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യാൻ അലീന. ഈ കാര്യത്തെപ്പറ്റി മനുവിനോട് സംസാരിക്കുമ്പോൾ മനു പറയാണ്, മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല അലീന. അതൊക്കെ വേണോ? കൊല്ലപ്പള്ളിയിൽ ഹരി ഉണ്ടായിരുന്നു, ഇവിടെ രോഹി, അതുപോലെ വേറെ ഏത് വീട്ടിൽ പോയാലും ഓരോ ഞരമ്പന്മാർ കാണില്ലേ? എന്തായാലും ഇതെന്റെ ജോലിയില്ല മനുവേട്ടാ. അത് മാത്രല്ല, തൽക്കാലം ഞാനിവിടുന്ന് മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ വൈജ മേഡവും അച്ഛനുമായിട്ട് ഒന്നിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകണം മനുവേട്ടാ. അങ്ങനെയാണെങ്കിൽ താൻ എൻ്റെ കൂടെ പോരെ എറണാകുളത്തേക്ക്? അവിടെ തനിക്ക് ഞാനൊരു ജോലി റെഡിയാക്കി തരാം. അതൊന്നും വേണ്ട. മനുവേട്ടൻ ഈ പറഞ്ഞ കാര്യം നോക്ക്. എവിടെയെങ്കിലും ഒരു വീട്ടിൽ ഒരു ഹോം നേഴ്സായിട്ട് ആരെങ്കിലും നോക്കാനായിട്ട് നിൽക്കണം. പിന്നെ അലീന, ഞാനൊരു കാര്യം പറയാം. അതെ, ഈ ഒരു ജോലി കുറച്ചു കാലത്തേക്ക് മാത്രം മതി. അതായത് നമ്മുടെ കല്യാണം വരെ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ ജോലിക്ക് വിടില്ല കേട്ടോ. അയ്യോ, ഇതെന്റെ സർവീസാ. ശരി, സർവീസ് ചെയ്തോ. ഏതെങ്കിലും അനാഥാലയത്തിലോ അതുപോലെ കൊച്ചു കുട്ടികളെ നോക്കുന്ന സ്ഥലങ്ങളിലോ വൃദ്ധസദനങ്ങളിലോ അങ്ങനെയുള്ളതൊക്കെ താൻ ജോലിക്കും സർവീസിനും ഒക്കെ പോയിക്കോ. എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇതുപോലെ വീടുകളിൽ പോയി നിന്ന് ജോലി ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അത് എന്റെ മൗലികാവകാശമല്ല അലീന എന്ന് ചോദിക്കുമ്പം, ശരി ശരി, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ. മനുവേട്ടന്റെ അമ്മയുണ്ടല്ലോ, കമലയാണ്ടി സമ്മതിക്കുന്ന മനുവേട്ടന് തോന്നുന്നുണ്ടോ? അമ്മ സമ്മതിച്ചിട്ട് ഒരിക്കലും നിന്നെ കെട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മ സമ്മതിക്കാതെ കല്യാണം നടക്കുള്ളൂ. പിന്നെ അച്ഛനും ബാക്കി എല്ലാവർക്കും ഇതിന് പൂർണ്ണ താല്പര്യ. അവരുടെ സ്വന്തം ചോരയല്ലേ നീ, പെങ്ങളുടെ മോളല്ലേ. പിന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോണില്ല. ശരി ശരി, ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ കാര്യത്തിന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്ക്. എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്ന് പറയാണ്. അല്ല, അങ്കിൾ അറിഞ്ഞാൽ സമ്മതിക്കോ? അങ്കിൾ ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷെ സമ്മതിപ്പിക്കണം. അതെ, അത് ഞാൻ നോക്കിക്കോളാം. മനുവേട്ടൻ അതോർത്ത് ബേജാറാവണ്ട എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് രോഹിയും അതുപോലെ തന്നെ നമ്മുടെ ബബിതയും വൈജയും കൂടി ആ വീട്ടിൽ താമസിക്കുന്നതാണ് കേട്ടോ. ബബിതയ്ക്ക് ഭയങ്കര ഹാപ്പിയായി. ഇത്രയും ദിവസം അലീന ഉള്ളതുകൊണ്ട് അവൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സമായിരുന്നല്ലോ, അവളുടെ കാമുകനെ കാണാനൊക്കെ ആയിട്ട്. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. പുറത്തേക്ക് അമ്മയോട് എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാലും വൈജി സമ്മതിക്കും. അതുകൊണ്ട് തന്നെ തോന്നിയതുപോലെ അവൻ്റെ കൂടെ കറങ്ങാം. പിന്നെ രോഹിയാണെങ്കിലോ ആ ഒരു മുറിയിൽ തന്നെ അടച്ചുപൂട്ടി ഇരിപ്പാണ് കേട്ടോ. ആരോടും ഒന്നും സംസാരിക്കാതെ ഒന്നും മിണ്ടാതെ അവൻ ഒരേ ഇരിപ്പാണ്. അങ്ങനെ വൈജി ആണെങ്കിലോ ആ വന്ന ഹോം നേഴ്സിനെ കൊണ്ട് എടുപ്പത് പണിയെടുപ്പിക്കാണ്. ഹോം നേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഹോം നേഴ്സാ, വീട്ടുജോലിക്കാരിയല്ല. എങ്കിലും നിങ്ങൾ പറഞ്ഞതുകൊണ്ടും അത്രയും പൈസ കൂട്ടിത്തരാന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ വീട്ടുജോലിക്ക് നിന്നത്. പക്ഷേ എന്ന് വെച്ച് എന്നെ ഭരിക്കാനൊന്നും വരരുത്. ഞങ്ങൾക്ക് അസോസിയേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു വീട്ടിൽ ചെയ്യേണ്ട ജോലി എന്താണെന്നൊക്കെ എനിക്കറിയാം. നിങ്ങളത് പറഞ്ഞിരേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കുത്തിരിക്കാൻ സമ്മതിക്കാതെ ഈ ജോലി ചെയ്യിപ്പിരുണ്ടല്ലോ, അതൊന്നും ഞങ്ങളുടെ അടുത്ത് നടക്കില്ല. നിങ്ങളെ ശുശ്രൂഷിച്ച് ഈ വീട് നോക്കി ഈ കിച്ചണും മാനേജ് ചെയ്ത് ഈ വീട് മാനേജ് ചെയ്യുന്നതിന് നിങ്ങൾ തരുന്ന ശമ്പളമാണ് 40,000 രൂപ.
അതുകൊണ്ട് എന്തും ആകാന്ന് നിങ്ങൾ കരുതരുത്. ഞങ്ങൾക്കും മാനാഭിമാനം എല്ലാം അസോസിയേഷനും എല്ലാം ഉള്ളവരാ. അവരൊരു കംപ്ലൈന്റ് കൊടുത്താലേ പിന്നെ നിങ്ങളെ നോക്കാൻ ഒരു പട്ടിയും വരില്ല, ഒരു ഹോം നേഴ്സ് പോലും നിങ്ങളുടെ അടുത്തേക്ക് എത്തുമില്ല. ആ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കാനേ എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ വെളച്ചിലൊക്കെ നിങ്ങളുടെ കൈ വെച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ട് വൈജ ഒന്നും മിണ്ടാതിരിക്കാൻ കേട്ടോ. പണ്ട് അലീനോട് കാണിച്ച പോലെ ഇവിടെയും കാണിക്കാന്ന് ഓർത്തി ഇരിക്കുകയായിരുന്നു വൈജ. പക്ഷേ വൈജയ്ക്ക് നല്ല തിരിച്ചടിയാണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ ഗംഗേട്ടൻ വരികയാണ്. ഗംഗേട്ടൻ മാത്രമല്ല വൈഫും കൂടി വൈജനെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വന്ന് ഡോറിന്റെ ബെല്ലടിക്കുമ്പം ഹോം നേഴ്സ് പോയി വാല് തുറക്കാണ്. ആരാന്ന് ചോദിക്കുമ്പം വൈജയുടെ ബ്രദറാ എന്ന് പറയുമ്പം അകത്ത് കയറാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ വൈജയുള്ള മുറിയിലേക്ക് ചെല്ലാണ്. അല്ല ഗംഗേട്ടനോ എപ്പോ വന്നു? ഞങ്ങള് വരുന്ന വഴിയാ, നേരെ ഇങ്ങോട്ടേക്കാ വന്നത്. അല്ല ബബിത രോഹിയൊക്കെ എവിടെ? ബബിത എന്തൊക്കെയോ പർച്ചേസ് ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയിരിക്കാം. രോഹി ആ മുറി തരുന്നുണ്ട്. അവനവിടുന്ന് ഇറങ്ങാറില്ല. എത്ര പറഞ്ഞാലും ഒരനുസരണയില്ല. അവിടെ വെച്ച് അവരുടെ കൂടെ സന്തോഷമായിട്ട് രോഹിത് നിൽക്കുകയല്ലായിരുന്നോ? നീയല്ലേ പിടിച്ചു വലിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഇപ്പൊ നിനക്ക് സമാധാനമായി കാണുമല്ലോ അല്ലേ? എന്തറിഞ്ഞിട്ടാ ഗംഗേട്ടായി പറഞ്ഞത്? അവിടെ അവളുണ്ട്, ആ അലീന. അങ്ങോട്ടേക്ക് ഞാൻ പോണെന്നാണോ ഗംഗേട്ടൻ പറഞ്ഞത്? വേണ്ട, നീ ഇവിടെ തന്നെ കുത്തിപ്പിടിച്ചിരിക്കെ, ഞാൻ പറയാം കാര്യങ്ങളൊക്കെ എന്ന് പറയാണ്. അപ്പോഴേക്കും ആ ജോലിക്കാരി രണ്ടുപേർക്കും ജ്യൂസും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേർക്ക് ജ്യൂസ് കൊടുത്തിട്ട് അവരകത്തേക്ക് കയറി പോവാണ്. അല്ല ബബിത ഇപ്പൊ എവിടെ പോകണമെന്ന് നീ പറഞ്ഞത്? എന്തോ പർച്ചേസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു കാര്യം പറയാം, ബബിതയുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. പണ്ട് നീ നടന്നതിനെക്കാട്ടിലും അപ്പുറമാ അവളുടെ അഹങ്കാരം, തലക്കനം, തനിഷ്ടവും. അതോർത്താ കൊള്ളാം. ഇതേ കാര്യം തന്നെ ശിവനും രാജുവും പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ അതിനെക്കുറിച്ച് മറുപടി ഒന്നും പറയുന്നില്ല. ഇതേ സമയം ഗംഗേട്ടനാണെങ്കിലോ വൈജയോട് ചോദിക്കുകയാണ്, അല്ല ഡിവോഴ്സിന്റെ കാര്യമൊക്കെ എന്തായി? ഈ സമയം എന്തോ ഒരു സൗണ്ട് കേട്ടുകൊണ്ട് രോഹിത് അത് ഗംഗേട്ടാന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുറത്തിറങ്ങാനൊരു മടി കാണിക്കുന്നുണ്ട് കേട്ടോ. എങ്കിലും അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് ഇവർ അടുത്ത് തന്നെ ഒരു സോഫയില് ഫോൺ നോക്കി ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ മിണ്ടുന്നൊന്നുമില്ല കേട്ടോ. അവിടെ ഇങ്ങനെ ചുമ്മാ പൊളി വന്ന് ഇരിക്കുകയായിരിക്കും. ഇവർ സംസാരിക്കുന്നതൊക്കെ അവന് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഡിവോഴ്സിന്റെ കാര്യമൊക്കെ എന്തായെന്ന് ഗംഗേട്ടൻ ചോദിക്കുന്നത് കേട്ടല്ലോ. അപ്പൊ അമ്മയോട് അവൻ നേരിട്ടൊന്നും സംസാരിക്കുന്നില്ല ഇപ്പോഴും. എങ്കിലും എന്തായി ഡിവോഴ്സിന്റെ കാര്യം, ഡിവോഴ്സ് ചെയ്യാൻ രണ്ടുപേരുടെ തീരുമാനം, അതൊക്കെ അറിയാനായത് കൊണ്ട് അവൻ അവിടെ നിൽക്കുകയാണ്. ഗംഗേട്ടൻ ചോദിക്കുകയാണ്, ഡിവോഴ്സിന്റെ കാര്യത്തെപ്പറ്റി നീ എന്ത് തീരുമാനിച്ചു? ഗംഗേട്ടാ ഞാൻ പറഞ്ഞല്ലോ, അയാളുടെ മകൾ അലീന. അങ്ങനെ അയാൾ പറഞ്ഞു വേണം DNA ടെസ്റ്റ് നോക്കിക്കോളാൻ. അപ്പൊ അയാൾക്ക് ഉറപ്പായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അയാളെ കെട്ടാൻ കൊണ്ടുവന്ന പെണ്ണ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും. എനിക്കെന്തായാലും അവളുടെ കൂടെ അവിടെ പൊറുക്കാൻ ഒരു ഉദ്ദേശവും ഇല്ല. അപ്പോഴേക്കും ഗംഗേട്ടൻ പറയാണ്, അടിച്ചിന്റെ അണപ്പലെ തെറിപ്പിക്കും. മര്യാദയ്ക്ക് ഇന്ന് തന്നെ ഡിവോഴ്സ് പേപ്പർ പിൻവലിച്ചോ, അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണെന്ന് നിനക്കറിയില്ല എന്ന് പറഞ്ഞു കേട്ട് രോഹിത് ഒന്ന് ഷോക്കാവാണ്. ഗംഗേട്ടൻ ഇത്രയധികം ശോഭിക്കുന്നത് കണ്ടിട്ട്. നീ എന്താടി പറഞ്ഞാൽ മനസ്സിലാക്കാത്തത്? നീ എന്താ അത്രയ്ക്ക് പുണ്യവതിയാണോ അതോ സത്യവതിയാണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. കല്യാണത്തിന് മുമ്പേ ഒരുത്തിനും കൂടെ 10 മാസം പോർത്തിട്ട് ഒരു കുഞ്ഞു ഉണ്ടായിട്ട് ആ കുഞ്ഞു തെരുവിലുപേക്ഷോളാ നീ. തെരുവിലുപേക്ഷോ? ഞാനും അത് മരിച്ചു പോയതല്ലേ? ശരി സമ്മതിച്ചു, മരിച്ചു പോയി തന്നെ വെച്ചോ. അവളാണല്ലോ നീ. എന്നിട്ടാണോ നീ അവനെ കുറ്റം പറഞ്ഞത്, ബാലചന്ദ്രനെ? ഇതേ കാര്യം തന്നെ ശിവേട്ടനും രാജീവേട്ടനും എന്നോട് പറഞ്ഞതാ കേട്ടാ. പക്ഷേ എന്റെ മകള് വളർന്നു വലുതായി ഇങ്ങനെ വന്ന് നിൽക്കുന്നില്ലല്ലോ. അത് അയാളുടെ മകളല്ലേ വളർന്നു വലുതായി ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ നാട്ടുകാരെല്ലാം അറിഞ്ഞില്ലേ അയാൾക്കൊരു മകളുണ്ടെന്ന്. ഞാനിപ്പോ ആരായി? 2ാം നിരക്കാരി ആയില്ലേ? എന്റെ പൊന്നു വായിച്ചേ, നീ അത്രയ്ക്ക് സത്യവതി ഒന്നും അല്ലല്ലോ. പിന്നെ നീ കൂടുതൽ അഹങ്കാരവർത്തനൊന്നും പറയാൻ നിൽക്കണ്ട. മര്യാദയ്ക്ക് ഇന്ന് തന്നെ ഡിവോഴ്സ് പിൻവലിച്ചോണം. ഗംഗേട്ട അത് എന്താ അത്? നീ കേസ് പിൻവലിച്ചില്ലെങ്കിൽ നിന്റെ മകൻ രോഹിയോടും ബബിതയോടും അതുപോലെ നിന്റെ ഭർത്താവായ ബാലചന്ദ്രനോടും ഞാൻ പറയും, കല്യാണത്തിന് മുമ്പ് നീ ഒന്ന് പിഴച്ചു പറ്റതാണെന്ന്. എന്താ പറയട്ടെ? എന്താ ഗംഗേട്ട എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? അതേടി ഭീഷണിപ്പെടുത്താ. നിന്റെ അടുത്ത് ഇനി അതേ ഉള്ളൊരു വഴി. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് അനുസരിച്ചോ. ഇന്ന് തന്നെ വക്കീലിനെ വിളിച്ചിട്ട് ആ ഡിവോഴ്സ് പേപ്പർ അങ്ങ് ക്ലോസ് ചെയ്തേരെ. അതല്ല ഡിവോഴ്സിന് നീ മുന്നോട്ട് പോവാണെങ്കിൽ ബാലേന്ദ്രനോട് എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറയും. അതപ്പോൾ തന്നെ നിന്റെ മക്കളും നിന്നെ വിട്ട് പിരിയും. നീ ഒറ്റപ്പോരായിട്ട് നടക്കേണ്ടി വരും. കോടതി അതുപോലെ ഡിവോഴ്സും കൊടുക്കും. ബാലചന്ദ്രൻ വേറെ പെണ്ണേം കിട്ടി സുഖമായി ജീവിക്കും. ആ കൂടെ നിന്റെ 4 മക്കളും പോവും. എന്താടി വേണോ എന്ന് ചോദിക്കാണ്. അവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അത് മാത്രമല്ല, എത്രയും പെട്ടെന്ന് ഈ വാടക വീടും വിട്ട് അങ്ങോട്ടേക്ക് പോകാൻ നോക്കിയോ. ഗംഗേട്ട ഡിവോഴ്സ് ഞാൻ പിൻവലിക്കാം. പക്ഷേ ഗംഗേട്ടൻ ഈ ഒരു കാര്യം മാത്രം പറയരുത്. ഞാൻ ഈ വാടക വീട് വിട്ട് അരിനുള്ളത്തേക്ക് പോയില്ല.
മനു എന്നെ വിളിച്ചിരുന്നു. അലീന വേറെ വീട് നോക്കുന്നുണ്ട് ഹോം നേഴ്സായിട്ട് പോകാനായിട്ട്. അവൾ എത്രയും പെട്ടെന്ന് അവിടുന്ന് പോയിക്കോളും. അത് കഴിയുമ്പോൾ നീ അങ്ങോട്ടേക്ക് പോവോ. അവളില്ലെങ്കിൽ പിന്നെ എനിക്ക് പോകുന്നതിനെന്താ കുഴപ്പം? ഇത് അവർ അച്ഛൻ്റെ വീടല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകും. പക്ഷെ അവള് കാണാൻ പാടില്ല. ബാലേന്ദ്രന് സമ്മതിക്കില്ല. എങ്കിലും അലീന നിർബന്ധം ചെലുത്തി അവിടുന്ന് പോവാന്നാ പറഞ്ഞത്. അത് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടി മാത്രമാ. പിന്നെ കുറെ സത്യങ്ങളെല്ലാം ഇതിന്റെ പിന്നിലുണ്ട്. അതൊക്കെ അറിയുമ്പം നീ തന്നെ അലീന തിരിച്ചു വിളിച്ചോളും എന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് ഒരു വിറയലോട് കൂടിയാണ് അവിടെ രോഹിത് ഇരിക്കുന്നത്. ഇത്രയും കാലം തന്റെ അച്ഛനാണ് തെറ്റുകാരനെന്ന് കരുതിയിരിക്കുകയായിരുന്നു. പക്ഷേ അതിലും വലിയ തെറ്റുകാരാണ് തന്റെ അമ്മാനെ തിരിച്ചറിവ് രോഹിത്തിനെ വല്ലാതെ മാനസികമായി തളർത്തുന്നുണ്ട്. അങ്ങനെ ഗംഗേട്ടനും ഭാര്യയും പറയാണ്, ഞങ്ങൾ എന്തായാലും അങ്ങോട്ടേക്ക് പോവാ, കടപ്പാട്ടൂരേക്ക്. എന്തായാലും അലീന ഈ ആഴ്ച തന്നെ അവിടുന്ന് മാറുന്നാ പറഞ്ഞത്. നിനക്ക് പറ്റുമെങ്കിൽ നിനക്ക് വേണമെങ്കിൽ നീ അങ്ങോട്ട് പോവാ, അത്രേ പറയുന്നുള്ളൂ. പക്ഷെ ഡിവോഴ്സിന്റെ കാര്യം അത് നീ ഓർത്താൽ കൊള്ളാം. അങ്ങനെ എങ്ങാനും മുന്നോട്ട് നീ പോയാലേ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയും. നീ ഒന്ന് പ്രസവിച്ചാണെന്ന് പോലും എല്ലാവരും അറിയും. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് സത്യങ്ങളുണ്ട്. മൂടി വെച്ച ഒരുപാട് സത്യങ്ങൾ. അതെല്ലാം തുറന്ന് പുറത്തേക്ക് എടുപ്പിക്കരുത് ഞങ്ങളെ കൊണ്ട്, മനസ്സിലായല്ലോ എന്ന് ചോദിക്കാണ്. അങ്ങനെ ഗംഗേട്ടനടുന്ന് പോകാൻ നേരം രോഹിയോട് ഇരിക്കുന്നത് കാണുന്നുണ്ട്. മോനെ എങ്ങനെയുണ്ട് ഇപ്പോൾ? കുഴപ്പമില്ലെങ്കിലേ. ഇതൊക്കെ ജീവിതത്തിലൊരു പരീക്ഷണമായിട്ട് കരുതിയാൽ മതി. ഇനിയെങ്കിലും തെറ്റുകളെ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ശ്രമിക്കണം. നിന്റെ അച്ഛൻ്റെ പേര് നീ നശിപ്പിക്കരുത്. അയാളൊരു പാവമാ. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിനക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയും നിന്റെ അമ്മയ്ക്ക് വേണ്ടിയും ഓടി നടന്നൊരു മനുഷ്യനാ. അയാളെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. അയാൾ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല. അത് ഓർത്തുകൊണ്ട് നീ എന്നും അയാൾക്കൊരു തുണയായി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് അവർ രണ്ടുപേരും ഇറങ്ങാണ്. ഈ സമയം രോഹിക്ക് സത്യാവസ്ഥയൊക്കെ മനസ്സിലാവുന്നുണ്ട്. തൻ്റെ അച്ഛൻ നിരപരാധിയാണെന്നും അമ്മയാണ് കുറ്റക്കാരിയെന്നും മനസ്സിലാക്കാണ്. അപ്പൊ ശരിക്കും അലീന ആരുടെ മകളാണെന്ന് അവൻ ആലോചിക്കാണ്. അങ്ങനെ രോഹി മുറിയിലിരുന്ന് ഫോണിലൊക്കെ ഞോണ്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോഴേക്കും ഹോം നേഴ്സിനോട് അവനെ അങ്ങോട്ടേക്ക് വിളിക്കാൻ പറയുന്നുണ്ട്. രോഹി മുറിയിലേക്ക് വരാണ്. എടാ, നീ 24 മണിക്കൂറും ഫോണിൽ ഞോണ്ടിരിക്കുകയാണോ? നിനക്ക് എന്തെങ്കിലുമൊക്കെ എത്തി പഠിച്ചൂടെ? ഞാൻ അതിന് കോളേജിലേക്കൊന്നും പോകുന്നില്ല. ശരി, പോവണ്ട. നിനക്ക് എങ്ങനെയെങ്കിലും ആ എക്സാം ഒക്കെ എഴുതിയെടുക്കാമല്ലോ. അടുത്ത വർഷമെങ്കിലും നിനക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോയി പഠിച്ചൂടെ? ഇവിടെ നിൽക്കണമെന്നില്ലല്ലോ. ബാംഗ്ലൂരോ വേറെ എവിടെയെങ്കിലും പോയി നിന്ന് പഠിച്ച് ജോലി മേടിച്ചൂടെ എന്ന് ചോദിക്കാണ്. നോക്കാം. എന്ത് നോക്കാന്ന്? അച്ഛനെ പോലെ വഴിപഴിച്ച് നടക്കല്ലേ മക്കളും. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ പെങ്ങളുടെയും അവസ്ഥ അത് തന്നെയാ. നീയും നിന്റെ പെങ്ങളും എല്ലാം കണക്കാ. ആ തന്തയുടെ തനിക്കൊണാ. ദേ അമ്മേ, അച്ഛനെ കുറിച്ച് ഇനി ഒരു വാക്ക് പോലും മിണ്ടിപ്പോകരുത്. എനിക്കറിയാം സത്യമൊക്കെ എന്താണെന്നൊക്കെ ഉള്ളത്. അമ്മയല്ലേ കല്യാണത്തിന് മുമ്പ് ഒരു കുട്ടിയെ പിഴച്ച് പ്രസവിച്ചത്. എന്നിട്ട് അതുകൂടി എൻ്റെ അച്ഛൻ്റെ തലയിലേക്ക് ഇടുവാണോ എന്ന് ചോദിക്കുമ്പം നമ്മുടെ അവളെ വൈദ്യ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇത് കേട്ടിട്ട് വൈദ്യ ചോദിക്കാണ്, നീ എന്തായി പറഞ്ഞേ? അമ്മേ, സത്യമെല്ലാം എനിക്കറിയാം. അന്ന് വല്യങ്ങളും ആൻറ്റിയും കൂടെ വന്ന് അമ്മയോട് സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു. അമ്മ കല്യാണത്തിന് മുമ്പേ ഒരാളെ പ്രേമിച്ച് പോയതും അവിടുന്ന് ഒരു കുട്ടിയെ പ്രസവിച്ചതും ആ കുട്ടി മരിച്ചു പോയതും ഉള്ള എല്ലാ സത്യങ്ങളും ഞാൻ കേട്ടതാ. ഇതൊരു അമ്മ ഞങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? 24 മണിക്കൂറും അച്ഛനുമായിട്ട് അടി. എല്ലാ ദിവസവും അച്ഛൻ ഒരു സമാധാനം കൊടുത്തിട്ടില്ല. ഞങ്ങളെ നേർവഴിക്ക് നടത്താൻ എന്തെങ്കിലും അമ്മ ചെയ്തിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരമ്മയുടെ സ്ഥാനം എന്താണെന്ന് അമ്മയ്ക്ക് അറിയോ? അമ്മ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളെ സ്നേഹിച്ചിട്ടുമില്ല. അമ്മയ്ക്കെന്നും അമ്മ മാത്രം മതി. അമ്മയുടെ വാശി, അമ്മയുടെ നിർബന്ധം, അമ്മയുടെ അഹങ്കാരം അത് ജയിക്കണമായിരുന്നു അമ്മയ്ക്ക്. അല്ലാതെ ഞങ്ങളെക്കുറിച്ചൊന്നും ഒരു വിചാരം അമ്മയ്ക്കുണ്ടായിട്ടില്ല. അമ്മയ്ക്ക് പറയാൻ പറ്റുമോ ഞങ്ങളെ മര്യാദയ്ക്ക് അമ്മ വളർത്തിയെന്ന്? അതിൻ്റെ കുറവ് തന്നെയാണ് ഞങ്ങൾ അനുഭവിക്കുന്നതും. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ പൊന്നുപോലെ നോക്കിയത്. അമ്മയ്ക്കും ഞങ്ങൾക്കും വേണ്ടി അച്ഛൻ എന്തുമാത്രം ത്യാഗം ചെയ്തെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ അലീന, അതിൻ്റെ പിന്നിൽ എന്തോ സത്യമുണ്ടെന്ന് ഗംഗ അങ്കിൾ പറഞ്ഞത് കേട്ടില്ലേ? അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും. അതിനുശേഷം ഞാൻ ബാക്കി പറയാം. പിന്നെ ഡിവോഴ്സൊക്കെ ക്യാൻസൽ ആക്കിയല്ലോ അല്ലേ? ഇനി അലീന അവിടെ നിൽക്കുന്നതാണല്ലോ അമ്മയുടെ പ്രശ്നം. അവൾ പോകുമെന്ന് അങ്കിൾ പറഞ്ഞത് കേട്ടില്ലേ? അത് കഴിയുമ്പം അങ്ങോട്ടേക്ക് വരാൻ അമ്മയ്ക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അമ്മ താല്പര്യമില്ലെങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് പോകും. അമ്മയ്ക്ക് അലീനോട് നിൽക്കുന്നതുകൊണ്ട് അച്ഛനെ പറയാൻ ഒരു യോഗ്യതയില്ല. അമ്മ തെറ്റിയാത്തവളാണെങ്കിൽ അമ്മ പറഞ്ഞതിലൊരു ന്യായം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അങ്ങനല്ലല്ലോ. തെറ്റുകൾ കൊണ്ട് കുമിഞ്ഞുകൂടി നിൽക്കുക അമ്മ. ഒരു നല്ലൊരു ഭാര്യയല്ല, നല്ലൊരു അമ്മയല്ല, നല്ലൊരു സ്ത്രീ പോലുമല്ല നിങ്ങൾ. എന്നിട്ടാണോ നിങ്ങളിങ്ങനെ നടന്ന് ചിലക്കുന്നത്? നിങ്ങളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ പുച്ഛമാണ് തോന്നുന്നത്, ഒരു അറപ്പാണ് തോന്നുന്നത്. ഞാനിങ്ങനെ വഴിപഴിച്ച് നടക്കുന്നതിലും ബബിത അങ്ങനെ നടക്കുന്നതിലും കാരണക്കാരി അച്ഛനല്ല, അത് അമ്മ തന്നെയാ. അമ്മയുടെ സ്വഭാവമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എൻ്റെ അച്ഛൻ പാവവാ. അതുകൊണ്ടാ കൃഷ്ണമോള് അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത്.
ഞങ്ങളെ മനസ്സിലാക്കാതെ ഇതെല്ലാം ചെയ്തു പോയത്. അമ്മയുടെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും അറിയാമല്ലേ അമ്മയപ്പം ഒരു പിഴച്ചുപറ്റ സ്ത്രീയായിരുന്നു എന്ന്. അതെല്ലാം അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം എൻ്റെ അച്ഛൻ്റെ നിലയിൽ അമ്മയെ കെട്ടിവെക്കുകയല്ലായിരുന്നോ? അച്ഛൻ പാവം ഒന്നും അറിഞ്ഞിട്ടില്ല. ഇനി അദ്ദേഹത്തിനെല്ലാം അറിയാവുന്നും നമുക്കറിയില്ലല്ലോ എന്നൊക്കെ പറയാണ്. ഇവനീ സംസാരമെല്ലാം കേട്ട് ആകെപ്പാടെ അവൾ ഞെട്ടി നിൽക്കാണ്. അലീന പോകുന്നതുവരെ അമ്മയ്ക്ക് ആ സമയം തരും. അലീന അവിടുന്ന് പോയാൽ ആ സെക്കൻഡിൽ ഈ വീടും വെക്കേറ്റ് ചെയ്ത് അപ്പൊ തന്നെ മാറിക്കോണം, അല്ലെങ്കിൽ ഈ സംഭവം ഞാൻ എല്ലാവരെയും അറിയിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവനോടൊന്ന് ഭീഷണിപ്പെടുത്തിട്ട് പോവാണ്. തൻ്റെ മകൻ തൻ്റെ പഴയ കാലങ്ങളെല്ലാം അറിഞ്ഞതോർത്ത് വൈജ വല്ലാണ്ട് അപ്സെറ്റായിരിക്കുകയാണ്. തൻ്റെ സഹോദരങ്ങളും അതുപോലെ ഇപ്പൊ മകൻ പോലും തന്നെ ഭീഷണിപ്പെടുത്തുന്നു. ഇനി അറിയാൻ ഒരുപാട് പേരൊന്നും ബാക്കിയില്ല. ഇനി ബാലേന്ദ്രനോട് അറിഞ്ഞാൽ എല്ലാം അവസാനിച്ചു. അതുപോലെ ബാക്കിയുള്ള 2 മക്കളും കൂടി. അങ്ങനെ വല്ലാതൊരു മാനസികാവസ്ഥയിൽ അവിടെ കരഞ്ഞുകൊണ്ട് വൈജ കിടക്കുകയാണ് കേട്ടോ. അപ്പൊ അലീന അവിടെ നിന്ന് പോവുമോ? വൈജ തിരികെ ചെല്ലുവോ? അലീന എങ്ങോട്ടായിരിക്കും പോവുക? നമ്മൾ രോഹി അലീനയാണ് അമ്മയുടെ മകളെന്ന കാര്യം സത്യം കണ്ടുപിടിക്കുമോ എന്നൊക്കെയുള്ള ട്വിസ്റ്റുകൾ എന്ന് പറഞ്ഞ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അതെല്ലാം നമ്മൾ വരുന്ന എപ്പിസോഡ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഹൈപ്പും ചെയ്ത് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.